നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 40.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കനാൽ റോഡിൽ നിന്നും മദ്യം പിടികൂടിയത്. സംഭവത്തിൽ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി പറമ്പത്തുകാവ് കിളച്ചാർ വീട്ടിൽ ശ്രീരൂപ്, തിരൂർ കാട്ടിപ്പരുത്തി സ്വദേശി കാവുംപുറം അഴിക്കാട്ടിൽ വീട്ടിൽ ശ്രീരാഗ് എന്നിവരെ തൃത്താല എക്സൈസ് അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ജയരാജൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ, പി കെ നിഖിൽക, അനസ് മുഹമ്മദ്, ഹരിപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മറ്റ് ജനകീയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് മെയ് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ഇത്തവണയും ഭൂരിഭാഗം ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. താലൂക്കിലെ വിവിധ ജനകീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കർഷകരിൽ നിന്നും രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക മാസങ്ങൾ പിന്നിട്ടിട്ടും ലഭ്യമാവാത്തത് യോഗത്തിൽ ചർച്ചയായി. ഇതിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയർന്നു. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം, താലൂക്കിലെ ഡിജിറ്റൽ റീസർവേ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ചെറിയ റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയരം കൂടുതൽ ഈ വഴിയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായും പരാതി ഉയർന്നു. ഈ അപ്രോച്ച് റോഡ് വളരെ ഷാർപ്പായിട്ടുള്ള കയറ്റമുണ്ട്. അപ്പോൾ അവിടുന്ന് കയറി വരുന്ന വണ്ടികൾക്ക് പൂർണ്ണമായി നല്ല രീതിയിൽ ഓടിക്കാൻ കഴിയാത്ത ആളുകൾ വരുമ്പോൾ യാതൊരുവിധ നിയന്ത്രണങ്ങളുടെ റോഡിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സാഹചര്യപ്പെടുന്നത് ആക്സിഡന്റുകൾ, പല ആക്സിഡന്റുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ റോഡുകൾ ഒന്നുകൂടി സ്ലോ കൂട്ടി കുറച്ചുകൂടി വൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പാക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പല സ്ഥലങ്ങളിൽ ആദ്യം കഴിഞ്ഞിപ്പോയിട്ടുണ്ട് പല റോഡുകൾ. അപ്പോൾ അതൊന്നുകൂടി സ്റ്റോപ്പ് കുറച്ചുകൂടി കൂട്ടിയിട്ട് താങ്ങിയതാണ് ഈ അപകടമുള്ള അവസ്ഥയിൽ നിന്ന് മാറുക. അതിനുള്ള നടപടികൾ. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് തഹസിൽദാർ ടി പി കിഷോർ യോഗത്തിൽ വ്യക്തമാക്കി. ഡിജിറ്റൽ സർവേ ചെയ്യാനുള്ളത് മൊത്തം നമ്മുടെ പട്ടാമ്പി താലൂക്ക് മൊത്തം ചെയ്യാൻ പോകും. പല മേഖലയിൽ ഏതാണ്ട് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞ് അതിൽ 9 പബ്ലിഷ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരട് പബ്ലിഷ് ചെയ്യാന്നതിന്റെ അർത്ഥം. ആ കരടിന്റെ മേലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ സമയം കഴിഞ്ഞ്. പക്ഷെ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ, സർവേ ഡയറക്ടർ ഇത് കൃത്യമായിട്ട് പോകണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കപ്പൂരിൽ വീണ്ടും 1 മാസത്തേക്ക് കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വരും. അപ്പോൾ എല്ലാ ആൾക്കാരെയും OTP വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ശേഷമാണ് ചെയ്യാൻ പാടുന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അതല്ലെങ്കിൽ ഇതില് പ്രശ്നങ്ങൾ റവന്യൂ മിനിസ്റ്റർക്കും നന്നായിട്ട് അറിയാം, ഡയറക്ടർക്കും നന്നായിട്ട് അറിയാം. നല്ല ബോധമുള്ള, നല്ല ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് 2 ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഈ റിലീസിലെ സോഫ്റ്റ്വെയറിൽ നികുതി ചേർത്തില്ല എന്ന ഒറ്റ കാരണത്താല് ഡീൽ സർവേ തടസ്സം വരില്ല, അല്ലെങ്കിൽ പ്രയാസം വരില്ല. അത്തരം കേസുകൾ നമുക്ക് ആധാരം വെച്ചിട്ട് ചെയ്യാന്നുള്ള ഗവൺമെന്റ് ഉത്തരവിനെ ഇറക്കിയിട്ടുണ്ട്. അത് പല സർവേ ടീമുകൾ ചിലപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ അതിന് മാറ്റി അവർക്ക് എളുപ്പത്തിന് റിലീസിൽ നികുതി ഉയർത്തിട്ട് കിട്ടുക എന്നുള്ള കാരണത്താൽ അങ്ങനെ പോകുന്നുണ്ടാവും. അത്തരം കേസുകളുണ്ട്, ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാം. അതിനെ ചെയ്യാം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റെജീന, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ ടി പി കിഷോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. എടപ്പാളിൽ സ്വകാര്യ ലോഡ്ജിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 106.54 ഗ്രാം MDMA പിടികൂടി. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ N നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. കേസിൽ തൃത്താല പട്ടിത്തറ പൂലേരി സ്വദേശി കുമ്പളത്ത് വളപ്പിൽ വീട്ടിൽ ഷാഫിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികളിൽ ചെറുകിട വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ലോഡ്ജിലെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ആസിഫ് ഇക്ബാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വിനീത്, M മുഹമ്മദ് മുസ്തഫ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KP ധന്യ, എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് നിസാർ എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിളയൂരിൽ കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സൈദാലിക്കുട്ടിയെ ഞായറാഴ്ച വിളയൂരിൽ അനുസ്മരിക്കും. അദ്ദേഹത്തെ അനുസ്മരിച്ച് CPMന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിൽ സമർപ്പണവും നടത്തുമെന്ന് കർഷക സംഘം നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വിളയൂരിൽ കർഷക സമരത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച സീതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ഞായറാഴ്ച ഊരാച്ചിപ്പടിയിൽ വെച്ച് നടന്നത്. ഇതോടൊപ്പം സീതാലിക്കുട്ടി മരിച്ചു വീണ ചെല്ലിയുടെ ഭൂമിയിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ സമർപ്പണവും നടക്കും. നാളെ വൈകുന്നേരം 5 മണിക്കാണ് പരിപാടിയെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മറ്റു നേതാക്കളും പങ്കെടുക്കും. സീതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷി ദിനം, 55ാമത് വാർഷിക ദിനം നാളെ വിളയൂരിലെ പാർട്ടി വളരെ ആദരപൂർവ്വം ആചരിക്കുകയാണ്. ഈ വർഷത്തെ സീതാലിക്കുട്ടി ദിനാചരണത്തിന്റെ പ്രത്യേകത, അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് ആ സ്ഥലത്തിന് ഉടമസ്ഥനായിരുന്ന സഖാവ് ചെല്ലി 4 സെന്റ് സ്ഥലം പാർട്ടിയുടെ രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരുന്നു. അതിൽ 2 സെന്റോളം സ്ഥലം റോഡിന് വേണ്ടി പിന്നീട് ഞങ്ങൾ നീക്കിവെച്ചു. ബാക്കിയുള്ള 2 സെന്റ് സ്ഥലത്ത് ഒരു രക്തസാക്ഷി സ്തൂപം കൂടി പണി പൂർത്തിയാക്കി. 55 വർഷത്തിന് ശേഷമാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചത്. 1999 സീതാലിക്കുട്ടിയുടെ നാമധേയത്തിലുള്ള സീതാലിക്കുട്ടി സ്മാരക മന്ദിരം വിളയൂരിലെ പാർട്ടിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം അവിടെ സീതാലിക്കുട്ടി സ്മാരക സ്തൂപം രക്തസാക്ഷി മണ്ഡപം കൂടി അവിടെ അനാച്ഛാദനം ചെയ്യപ്പെടും. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ K മുരളി, KV ഗംഗാധരൻ, M മണികണ്ഠൻ, രാജൻ പുന്നശ്ശേരി, സുരേന്ദ്രൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 5-ന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് 5-നാണ് പട്ടാമ്പിയിലെത്തുക. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത്. നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തിയാണ് യാത്ര നടത്തിവരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:30-നാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ കേരളത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരന്തരമായി നുണകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് സാമുദായിക ധ്രുവീകരണങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല കേരള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി സാഹോദര്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വംശീയ രാഷ്ട്രീയത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യ കേരള പദയാത്ര സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയും മെയ് മാസം 30-ാം തീയതിയോടുകൂടി കോഴിക്കോട് സമാപിക്കുകയും ചെയ്യുന്ന ഈ പദയാത്ര അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ സ്വീകാര്യതയും അതിന്റെ ആശയത്തിന് വലിയ അർത്ഥത്തിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ സമാപിക്കും. തുറന്നു നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറിമാരായ പ്രേമ G പിഷാരോടി, മുർസാദ് റഹ്മാൻ, സംസ്ഥാന ട്രഷറർ സാജിദ് ഖാലിദ്, ജില്ലാ പ്രസിഡന്റ് KC നാസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും. ഏപ്രിൽ 19-ന് തിരുവനന്തപുരത്തുമാണ് യാത്ര പര്യടനം തുടങ്ങിയത്. മെയ് 5 മുതൽ 8 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജാഥ പര്യടനം നടത്തും. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്ര ഏപ്രിൽ 19 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് മെയ് 31-ന് 14 ജില്ലകളും കടന്ന് കോഴിക്കോട് സമാപിക്കുകയാണ്. മെയ് 5-ാം തീയതിയാണ് ജാഥക്കുള്ള സ്വീകരണം പട്ടാമ്പിയിൽ എത്തിച്ചേരുന്നത്. ഈ ജാഥയുടെ പ്രചരണാർത്ഥമാണ് ഇന്ന് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ഷമീർ മരക്കത്തൊടി, KV ഹമീദ്, മുജീബ് ആലിക്കൽ, ഷഹർ ബാനുവി,
തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് മുതുതലയിൽ തുടക്കമായി. 4 ദിവസങ്ങളിലായി മുതുതല AUP സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. പതിനേഴാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് മുതുതല AUP സ്കൂളിൽ തുടക്കമായത്. രാജ്യത്തെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ടീമുകൾ മുതുതല സ്കൂളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിച്ചു. നാട്ടിൻപുറങ്ങളിൽ അധികം പ്രചാരം നേടിയിട്ടില്ലാത്ത ഡോഡ്ജ് ബോൾ മത്സരം വീക്ഷിക്കാൻ നിരവധി കായിക പ്രേമികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 2021 തുടക്കം കുറിച്ച കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷൻ സംസ്ഥാനത്തെ 12ഓളം ജില്ലകളിൽ ഇന്ന് സജീവ സാന്നിധ്യമാണ്. കേരളത്തിന്റെ കായിക ഉണർവിന് മറ്റൊരു സംഭാവന കൂടിയാണ് അസോസിയേഷൻ നൽകി വരുന്നത്. ലഹരിയുമില്ല ലഹളയുമില്ല, കായിക വഴിയിലൂടെ നന്മയുടെ നേരെ എന്ന സന്ദേശവുമായാണ് മത്സരം നടത്തുന്നത്. വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം. മെയ് 6-ന് മത്സരം സമാപിക്കും. കളിക്കാർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡോഡ്ജ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 17ാമത് ജൂനിയർ ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. പാലക്കാട് AUP സ്കൂൾ മുതുതലയിൽ വെച്ചിട്ടാണ്. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 350-ൽ പരം കായിക താരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഒഫീഷ്യൽസ്, കോച്ചസുകൾ, അങ്ങനെയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെയുണ്ട്. ഭക്ഷണം, അതുപോലെയുള്ള താമസ സൗകര്യങ്ങൾ, അതുപോലെയുള്ള മാറ്റ് ഉൾപ്പെടെയുള്ള ട്രാവലിംഗ് റെയിൽവേ സ്റ്റേഷൻ ടു സ്കൂൾ ട്രാവലിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷനിൽ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി അജ്മൽ, ശരത്ത്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് മിസ്റ്റർ ബ്രാർ. അദ്ദേഹം നാളെ എത്തും. ക്ലോസിംഗ് സെറമണിക്കാണ് അദ്ദേഹം എത്തുകയുള്ളൂ. വളരെ ലഘുവായി കളിക്കാൻ പറ്റുന്നതും വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കളിയാണ്. എല്ലാ കുട്ടികൾക്കും ഇഞ്ചുറി ഇല്ലാതെയും നല്ല സന്തോഷവും ആരോഗ്യവും മെൻ്റൽ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. ഏകദേശം ഇന്ത്യയിൽ ഇത് ഫോം ചെയ്തിട്ട് 25 വർഷമാകുന്നു. ഇന്റർനാഷണൽ തലത്തിൽ ഏകദേശം 100ഓളം വർഷങ്ങൾ കഴിഞ്ഞു. 100 വർഷമായി ഫോം ചെയ്തിട്ട്. കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ശൈവാഗമ പൂജ നടന്നു. ശബരിമല കഴിഞ്ഞാൽ പടിപൂജ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രം. ശനിയാഴ്ച പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടന്നു. രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. കറുകുപുത്തൂർ ജൈനും സംഘവും അവതരിപ്പിച്ച മേളവും അരങ്ങേറി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.